പ്രിയ സുഹൃത്തുക്കളെ, സഖാക്കളെ, സത്യം പറഞ്ഞ് ഈ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ പത്രമെടുത്ത് തുറന്നു നോക്കിയാൽ ആൺകുട്ടിയെ പെൺകുട്ടികളെ പീഡിപ്പിച്ചു, പെൺകുട്ടികൾ ആൺകുട്ടിയെ പീഡിപ്പിച്ചു, മധ്യവയസ്ക ചെറുബാല്യക്കാരനെ തട്ടിക്കൊണ്ടുപോയി, കാമുകന്മാർ തീവണ്ടിക്ക് മുമ്പിൽ ചാടി മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും വെട്ടിക്കൊന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ ഒരു ഭാഗത്ത്. പിന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചതിനെക്കുറിച്ചുള്ള പത്രങ്ങളുടെ ആശങ്ക, ടെലിവിഷൻ ചാനലുകളിലെ നിരന്തരമായ ചർച്ചകൾ, നിയമസഭയിൽ നടക്കുന്ന വാദകോലാഹലങ്ങൾ, പ്രതിപക്ഷം ഭരണത്തെ കുറ്റപ്പെടുന്നു, ഭരണം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുന്നു, പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുന്നു, ചാണ്ടി ഉമ്മൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ വിഴുപ്പലക്കൽ ഒരു ഭാഗത്ത്. കേന്ദ്ര സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തും, സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തും. എല്ലാവരും ആകുലപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വർദ്ധിച്ച ഉപയോഗത്തെക്കുറിച്ചാണ്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരണം തീർന്നു പോകുമ്പോൾ ഈ നാട്ടിൽ വളരെ കുറവ് ബാറുകളെ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വന്നതിൻ്റെ പുറകെ 3 സ്റ്റാറും 2 സ്റ്റാറും എല്ലാം തുറന്നു കൊടുത്തു. എന്ന് മാത്രമല്ല, ഹെറിറ്റേജ് ഹോട്ടലുകൾ എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം കൂടി ഏർപ്പെടുത്തി. ചോദിപ്പിൻ തരപ്പെടും എന്ന സിദ്ധാന്തം, എന്ന ബൈബിൾ തത്വം ഈ അബ്കാരി രംഗത്ത് നടപ്പാക്കി. ആര് ചോദിച്ചാലും ഉടനെ ബാറിന് അനുവാദം കൊടുക്കും. അതുകൂടാതെ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ നാട്ടിലെമ്പാടും തുടങ്ങി. അങ്ങനെ വേറെ എന്ത് കാര്യത്തിനും ക്ഷാമമുണ്ടെങ്കിലും ഈ വിദേശ മദ്യത്തിന് യാതൊരു ലോഭവുമില്ലാത്ത സാഹചര്യമുണ്ടായി. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ മയക്കുമരുന്ന്, അതിൽ തന്നെ രാസമരുന്ന് വളരെ സുലഭമായി. അത് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് തന്നെ തുടങ്ങിയോ. ഏത് സ്കൂളിൻ്റെ ഗേറ്റിൽ പോയി നോക്കിയാലും നമുക്ക് ഈ സ്റ്റാമ്പ് വെക്കുന്നവരെ കാണാൻ കഴിയും. ഈ സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് മേടിച്ച് നാക്കിൻ്റെ അടിയിൽ വെച്ചാൽ മതി. ചെറിയ കുട്ടികളത് ഉപയോഗിക്കുന്നത്. UP സ്കൂൾ മുതൽക്കുള്ള കുട്ടികൾ 10 വയസ്സോ അല്ലെങ്കിൽ 25 50 പൈസ കൊടുത്താൽ ഇത് കിട്ടും. 50 പൈസയ്ക്ക് 2 കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഏത് വിദ്യാലയത്തിൽ നോക്കിയാൽ അതിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഈ വിദ്യാലയത്തിൻ്റെ 100 വാര സമീപത്ത്, 100 വാരക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിയമമൂലം നിരോധിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ 100 വാരയ്ക്ക് പുറത്ത് നിങ്ങൾക്ക് മയക്കുമരുന്നോ എന്ത് സാധനം വേണമെങ്കിലും വിൽക്കുന്നതിന് യാതൊരു തടസ്സമില്ല, അവിടെ പോയി നിന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്ന സാധനം കുട്ടികൾ വാങ്ങിച്ച് നാവിൻ്റെ അടിയിൽ വെക്കും. അങ്ങനെ ഇവർ ഇതിൽ ഹരം കൊള്ളും. അങ്ങനെയുള്ള കുട്ടികളാണ് ഈ അക്രമത്തിനും അല്ലെങ്കിൽ ഗുണ്ടായുസത്തിനൊക്കെ മുതിരുന്നത്. ഏതായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം വൈകാതെ നമ്മുടെ നാട് പ്രാന്താലയമല്ല, അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. മനോരമയ്ക്കോ മാതൃഭൂമിക്കോ കേരളകൗമുദിക്കോ ജനയുഗത്തിനോ ദേശാഭിമാനിക്കോ പോലും ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ മാധ്യമം, സിറാജ്, സുപ്രഭാതം മുതലായ കാര്യങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ, അവർ പണ്ടേ ഇതിനെതിരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി നാടിനെ നന്നാക്കാൻ തീരുമാനിച്ചേക്ക്. എല്ലാ സമുദായ സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ വലിയ കുരിശു യുദ്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധമോ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റുലി നമ്മുടെ സംസ്ഥാനത്തെമ്പാടും മുഴങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സുകാരോ BJPക്കാരോ അല്ല, ലീഗുകാർ പോലും അല്ല, അതും മാർക്സിസ്റ്റുകാരാണ്. പ്രത്യേകിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം കേട്ട് എൻ്റെ തല തിരിഞ്ഞുപോയി. ഗോവിന്ദൻ മാഷ് പറയുന്നത് മദ്യപാനികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. പാർട്ടി പിരിച്ചുവിടും എന്ന് മാഷ് പറഞ്ഞത് ദൈവാദിനം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാ മാർക്സിസ്റ്റുകാരും കൂടി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ അബ്കാരികൾ കടമൂട്ടി വീട്ടിൽ പോകുന്നു. പാർട്ടി സഖാക്കളിൽ കള്ള് കുടിക്കാത്ത ആളുകളെ പുറത്താക്കും എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞെങ്കിൽ അതിനൊരു യുക്തി ഉണ്ടായിരുന്നു. അതിന് പകരം സൈദ്ധാന്തികമായിട്ട് മദ്യപാനം മഹാപാപമാണെന്നും പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാണെന്നും മദ്യപാനികളെ പാർട്ടിയിൽ വച്ചുകൊണ്ടിരിക്കുകയില്ല എന്നൊക്കെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ കാൾ മാർക്സും വ്ളാഡിമിർ ലെനിനും ജോസഫ് സ്റ്റാലിനും ഒക്കെ സാമാന്യമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകത്തിലുള്ളത്. ഒരുപക്ഷെ ഗോവിന്ദൻ മാഷും EP ജയരാജനും മദ്യപിക്കാത്തവരായിരിക്കും. EP ജയരാജൻ തെങ്ങും കള്ളിൻ്റെ ഒരു പിന്തുണക്കാരനാണ്. വിദേശ മദ്യം കഴിക്കുമെന്ന് നമുക്കറിയില്ല. അത് ഒഴിച്ചാൽ കേരള മന്ത്രിസഭയിലെ മെമ്പർമാരടക്കം മാഷ് രഹസ്യമായിട്ടൊന്ന് അന്വേഷിച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ വീട്ടിൽ പോയി നോക്കിയാൽ എത്ര ആൾ സ്വഭാവത്തോടു കൂടിയുണ്ട്, അല്ലെങ്കിൽ എത്ര പേർ വാസനാസമ്പന്നരാകാതെ ഉണ്ട് എന്ന് നോക്കിയാൽ സംഗതി വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അല്പം കൂടി ഒരു ചിന്ത ഉണ്ടാകണം എന്നാണ് എനിക്ക് മാഷിനോട് സ്നേഹബുദ്ധിയെ ഉപദേശിക്കാനുള്ളത്. CPM ഏതായാലും ലഹരിക്കെതിരായിട്ട് വലിയ യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റേ ഡിഗ്രി ബാലന്മാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. DYFIയും ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
ഡിവൈഎഫ്ഐക്കാരെല്ലാവരും തന്നെ ആ മയക്കുമരുന്ന് ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും പകുതി കണ്ട് കുറയും എന്നാണ് അഭിജ്ഞവൃത്തങ്ങൾ പറയുന്നത്. SFIക്കാരുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. അവരും ഇറങ്ങിയിട്ടുണ്ട്. ക്യാമ്പസുകൾ മുഴുവൻ ലഹരി മുക്തമാക്കാനായിട്ട് ഇവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കച്ചയ്ക്ക് എന്ത് സംഭവിക്കും, കെട്ടിനെന്ത് പറ്റും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഏതായാലും ഈ 3 സംഘടനക്കാരും കൂടി കേരളത്തെ ലഹരി മുക്തമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബാലസംഘവും കൂടി രംഗത്ത് വരണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഇതിനൊരു പൂർണ്ണത കൈവരികയുള്ളൂ. ഏതായാലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും CITU അടക്കം പുരോഗമന കലാസാഹിത്യ സംഘം അതിലൊക്കെ കള്ളുടിക്കാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ കുടിയന്മാരാണ്. കുടിയന്മാർക്ക് വേണ്ടി കുടിയന്മാർ നടത്തുന്ന ഒരു സംഘടനയാണ് ഈ പുകസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരടക്കം എല്ലാവരും ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ രംഗത്ത് വന്നാൽ പിന്നെ ഇവിടെ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ പൊടി പോലും ഉണ്ടാകില്ല. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ സംഗതികളെ ന്യായീകരിക്കുന്നത് കേട്ടു. അമേരിക്കയിലെ അലബാമയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 15 ആളെ വെടിവെച്ച് കൊന്നു. വിസ്കോൺസിൻ സംസ്ഥാനത്ത് വേറൊരുത്തൻ 12 പേരെ കൊന്നു. അതുകൊണ്ട് കേരളത്തിൽ ഒരുത്തൻ 5 പേരെ കൊന്നതിൽ വലിയ തെറ്റില്ല. വെഞ്ഞാറമൂട്ടിൽ 5 ആളെ കൊന്നത്, വിസ്കോൺസിനിൽ 12 പേരെ കൊന്നതും തമ്മിലാണ് പുള്ളിയുടെ താരതമ്യം. അപ്പോൾ സംഗതി ഒരു കാരണവശാലും മോശം വരികയില്ല. വിപ്ലവം ജയിക്കട്ടെ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.